എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു കേക്ക് അസംബിൾ ചെയ്യുന്ന വീഡിയോ കണ്ടാലോ? ഇത് സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. ചോക്ലേറ്റ് സ്പഞ്ചാണ് നമ്മൾ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓരോ കേക്കിലും സോക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കേക്ക് ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യും, ചിലത് സ്പെഷ്യൽ മിൽക്ക് മിക്സ് വെച്ചിട്ട് സോക്ക് ചെയ്യും. ഈ കേക്ക് നമ്മൾ സോക്ക് ചെയ്യുന്നത് ബൂസ്റ്റും കണ്ടൻസ്ഡ് മിൽക്കും പാലും വരുന്നൊരു മിൽക്ക് മിക്സ് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വിപ്ഡ് ക്രീമാണ്. ഓരോ കേക്കിലും അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഫില്ലിങ്സിലാണ്. ഈ കേക്കിൽ ചോക്ലേറ്റ് ഗനാഷ്, പ്രലൈൻ, ഡാർക്ക് ചോക്കോ ചിപ്പ്, ബൂസ്റ്റ് എന്നിവയാണ് ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി ചോക്ലേറ്റ് ഗനാഷ് വെച്ച് ആ ഫില്ലിങ്സിനെ കവർ ചെയ്യും. സെക്കൻഡ് ലെയർ ഓഫ് ചോക്ലേറ്റ് കേക്ക് സ്പഞ്ച് കൊടുത്ത് വീണ്ടും റിപ്പീറ്റിംഗ് ദ സെയിം പ്രോസസ്, സോക്കിംഗ്, ഫില്ലിംഗ്, ഗനാഷ് എക്സെട്ര എക്സെട്ര. ദെൻ ദ തേർഡ് ലെയർ. ആ തേർഡ് ലെയറിനെയും സോക്ക് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്യും. എനിക്ക് ഇവിടെയാണ് കുറച്ച് ടൈം പോകുന്നത്. ഏത് ഷേപ്പാണോ കേക്കിന് വേണ്ടത് അത് ഞാൻ ഈ ഒരു പ്രോസസ്സിൻ്റെ കൂടെയാണ് ചെയ്യുന്നത്. കേക്കിൻ്റെ ഗ്രംസ് ഒന്ന് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ഒരു 1 hour എങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഈ കേക്കിൽ കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സോ ഫൈനൽ കോട്ട് കൊടുത്തു. ഷാർപ്പ് എഡ്ജസ് ഒന്നും ആക്കിയിട്ടില്ല. സ്പാച്ചുല വെച്ചിട്ട് സൈഡിലൊരു ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ചോക്ലേറ്റ് ഡ്രിപ്സ് കൊടുത്തു. 100 N1 നോസിൽ വെച്ച് റോസെറ്റ്സും കൊടുത്തു. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഓറിയോ ബിസ്ക്കറ്റ്സിനെ ഹാഫ് ആക്കി ഓരോ റോസെറ്റ്സിൻ്റെ ഇടയിൽ കൊടുത്ത് നമ്മൾ ഫിനിഷ് ചെയ്തു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.